1996 സെപ്റ്റംബർ 11 പൂനെയിലെ കാർവേ നഗരത്തിൽ നിന്ന് 3 വയസ്സ് മാത്രം പ്രായമുള്ള ഒരാൺകുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തുന്നു. കൈകാലുകൾ കെട്ടി മുഖം തല്ലിച്ചതച്ച് ആളെ തിരിച്ചറിയാത്ത വിധമായിരുന്നു ബോഡി. പൂനെ, നാസിക്, ബോംബെ നഗരങ്ങളിൽ അവിടിവിടെയായി 11 പിഞ്ചു കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു. ക്രൂരമായ കൊലപാതകങ്ങളുടെ എക്സ്ട്രീം ദൃശ്യങ്ങൾ. കാർവേയിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെടുത്ത ആ കുഞ്ഞു ശരീരത്തോടൊപ്പം ഒരു സ്ത്രീയുടെ ഹാൻഡ് കർച്ചീഫും ഉണ്ടായിരുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും പൈശാചികമായ കൊലപാതക പരമ്പരയുടെ നിർണായക തെളിവായി അത് മാറുമെന്ന് അന്നവിടെ ഉണ്ടായിരുന്നവരാരും കരുതി കാണില്ല. കാണാതായ 40ഓളം കുട്ടികളുടെയും 11 പിഞ്ചു കുഞ്ഞുങ്ങളുടെയും കൊലപാതകങ്ങളുടെ ചുരുളഴിഞ്ഞെത്തിയത് 3 സ്ത്രീകളിലേക്കാണ്. പിന്നീട് ചൈൽഡ് കില്ലേഴ്സ് എന്നറിയപ്പെട്ട അമ്മ അഞ്ജന ഭായി, മക്കൾ രേണുക ഷിൻഡെ, സീമ ഗവത്. കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയത് വിവരിക്കുന്ന അത്രയും നേരം അവരൊരു പൂച്ചയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പിന്നീട് നൽകിയ അഭിമുഖത്തിൽ ഹ്യൂമൻ റൈറ്റ്സ് ലോയറും ആക്ടിവിസ്റ്റുമായ അസീം സരോദെ പറഞ്ഞത്. പൊതുവെ ക്യാപിറ്റൽ പണിഷ്മെന്റ് എതിർക്കുന്ന അദ്ദേഹം വധശിക്ഷ അർഹിക്കുന്ന അപൂർവത്തിൽ അപൂർവമായ കേസാണിതെന്ന് പറയുമ്പോൾ തന്നെ ഊഹിക്കാമല്ലോ ഇവർ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ആഴം. അഞ്ജന ഭായിക്ക് ആദ്യത്തെ വിവാഹത്തിലുണ്ടായ മകളാണ് രേണുക ഷിൻഡെ. ഭർത്താവ് ഉപേക്ഷിച്ച അഞ്ജന പിന്നീട് ഒരു റിട്ടയർഡ് ആർമി ഓഫീസറായ മോഹൻ ഗവത്തിനെ വിവാഹം ചെയ്യുന്നു. അങ്ങനെ സീമ ഗവത് ജനിക്കുന്നു. അഞ്ജന ഉത്സവ പറമ്പുകളിലും തിരക്കേറിയ സ്ഥലങ്ങളിലുമൊക്കെ ചെറിയ രീതിയിലുള്ള പോക്കറ്റ് അടിയും കവർച്ചയുമൊക്കെ ചെയ്യുമായിരുന്നു. എത്ര വിലക്കിയിട്ടും ഇത് തുടർന്നതിനാൽ മോഹൻ അവരെ ഉപേക്ഷിച്ച് നാസിക്കിലേക്ക് പോയി. പ്രതിഭ എന്ന സ്ത്രീയെ വിവാഹം ചെയ്ത് 2 പെൺമക്കളുമായി സുഖമായി ജീവിച്ചു. പിന്നീട് ഉപജീവനത്തിനായി അഞ്ജന തൻ്റെ 2 കുഞ്ഞു മക്കളെയും കൂട്ടി മോഷണം സ്ഥിരമാക്കി. ഇതിനിടയിൽ അഞ്ജന 16 കേസുകളിലും രേണുക 6 തവണയും സീമ 3 തവണയും പിടിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ ജീവിതം അപ്രതീക്ഷിതമായി ക്രൂരതയിലേക്ക് വഴിമാറിയതല്ല. സമൂഹത്തിന്റെ മനഃശാസ്ത്രം മനസ്സിലാക്കി പടിപടിയായി വളർന്ന ഒരു ക്രിമിനൽ മനോഭാവത്തിന്റെ ഫലമായിരുന്നു. ഒരിക്കൽ മോഷണ ശ്രമത്തിനിടെ പിടിക്കപ്പെട്ടപ്പോൾ തൻ്റെ കരയുന്ന കുഞ്ഞിനെ കാട്ടി രേണുക രക്ഷപ്പെട്ടു. അവിടെ നിന്നാണ് കുട്ടികളെ മാസ്കായി ഉപയോഗിച്ച് മോഷണങ്ങൾ ആരംഭിച്ചത്. ഇതിനായി അവർ 8 മാസം മുതൽ 3 വയസ്സ് വരെ പ്രായമായ സാധാരണ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളെ തട്ടിയെടുത്തു. മോഷണ ശ്രമത്തിനിടയിൽ പിടിക്കപ്പെട്ടാൽ കുഞ്ഞിന്റെ പേര് പറഞ്ഞ് രക്ഷപ്പെടുക. പിന്നീട് ഈ കുഞ്ഞ് ഇവർക്കൊരു തലവേദനയായി മാറുന്നു എന്ന് തോന്നുന്ന സമയത്ത് ഒന്നുകിൽ അവരെ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ മൃഗീയമായി കൊന്നു തള്ളുക. ഇതായിരുന്നു അവരുടെ മോഡസ് ഓപ്പറൻഡി. കോലാപൂരിലെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ്. കൈക്കുഞ്ഞുമായി ഭിക്ഷാടനത്തിനിരിക്കുന്ന ഒരു പാവം സ്ത്രീയുടെ കയ്യിൽ നിന്ന് മൂവരും തന്ത്രത്തിൽ അവരുടെ ആദ്യത്തെ ഇരയെ കൈക്കലാക്കുന്നു. 18 മാസം പ്രായമുള്ള സന്തോഷ്. കോലാപൂരിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രമാണ് മഹാലക്ഷ്മി ക്ഷേത്രം. തിരക്കിനിടയിൽ മൂവരും മോഷണങ്ങൾ തുടങ്ങി. പക്ഷേ പോക്കറ്റ് അടിക്കുന്നതിനിടയിൽ സീമ പിടിക്കപ്പെടുന്നു. നാട്ടുകാരുടെ ശ്രദ്ധ തിരിക്കാൻ അഞ്ജന കയ്യിലിരുന്ന സന്തോഷിനെ എടുത്ത് നിലത്തടിക്കുന്നു. തങ്ങൾ ഉണ്ടാക്കിയ തിക്കിലും തിരക്കിലുമാണല്ലോ അവരുടെ കയ്യിലിരുന്ന കുഞ്ഞ് നിലത്ത് വീണതെന്ന കുറ്റബോധത്തിൽ ജനക്കൂട്ടം 3 പേരെയും പോകാൻ അനുവദിക്കുന്നു. പ്ലാൻ വർക്കൗട്ടായ സന്തോഷത്തിൽ 3 പേരും കൂടി ചോര ഒലിച്ച് നിർത്താതെ കരയുന്ന ആ കുഞ്ഞിനെയും കൊണ്ട് അടുത്തുള്ള ചായക്കടയിൽ നിന്ന് ഭേൽപൂരി കഴിച്ചുകൊണ്ടിരുന്നു. ആ പിഞ്ചു കുഞ്ഞിന്റെ കരച്ചിൽ അരോചകമായി തോന്നിയ അഞ്ജന അടുത്തുള്ള അയൺ പോസ്റ്റിൽ അവന്റെ തലയിടിപ്പിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ട് ആളൊഴിഞ്ഞ ഏതോ വഴിയിലേക്ക് അവന്റെ അനക്കമറ്റ ശരീരം വലിച്ചെറിഞ്ഞു. സന്തോഷിന് ശേഷം അവരുടെ അടുത്ത ഇര 9 മാസം പ്രായമുള്ള നരേഷ് ആയിരുന്നു. ഇതേ മോഡസ് ഓപ്പറാൻഡിയിലൂടെ കുട്ടിയെ തട്ടിയെടുത്തു. ഏതാനും മാസങ്ങൾ അവൻ അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇത്രയും ചെറിയ കുഞ്ഞായതുകൊണ്ട് മുലപ്പാൽ നൽകിയത് ഒരമ്മ കൂടിയായ രേണുകയാണ്. അവനെ കൊല്ലാൻ അഞ്ജന ആവശ്യപ്പെട്ടപ്പോൾ എന്തോ ഒരു നൈമിഷിക മമതയിൽ രേണുക അവനെ നാസിക്കിലെ ഒരു ക്ഷേത്രത്തിന് സമീപം ഉപേക്ഷിച്ചു. ഭാഗ്യവശാൽ നരേഷിനെ ഒരു ദമ്പതികൾ ദത്തെടുക്കുകയും
അവൻ ഇന്നും ജീവിച്ചിരിക്കുകയും ചെയ്യുന്നു. പക്ഷെ ആ ഭാഗ്യം മറ്റു കുട്ടികൾക്കൊന്നും ഉണ്ടായിരുന്നില്ല. 1993 ഇവർ തങ്ങളുടെ താവളം മുംബൈയിലേക്ക് മാറ്റി. അവിടെ നിന്ന് ബണ്ടി, സ്വാതി, ഗുഡ്ഡു എന്നീ 3 കുട്ടികളെ തട്ടിയെടുത്തു. മോഷണത്തിനിടയിൽ കുട്ടിയെ താഴെയിടുന്ന അഞ്ജനയുടെ പഴയ തന്ത്രം സീമ ബണ്ടിയുടെ കാര്യത്തിലും ആവർത്തിച്ചു. ബണ്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റു. കുട്ടികളുടെ കരച്ചിൽ സഹിക്കവയ്യാതെ വന്നപ്പോൾ ഒരു രാത്രി ഖണ്ടാല ഘട്ടിലൂടെയുള്ള യാത്രക്കിടയിൽ കാർ നിർത്തി രേണുക ബണ്ടിയെയും സീമ ഗുഡ്ഡുവിനെയും ശ്വാസം മുട്ടിച്ചു കൊന്നു. അഞ്ജനയാണ് ബണ്ടിയുടെ മൃതദേഹം കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞത്. ഗുഡ്ഡുവിന്റെ ശരീരം വഴിയിൽ ഉപേക്ഷിച്ച സ്വാതിയെ പോലീസ് പിന്നീട് രക്ഷപ്പെടുത്തി. നാസിക്കിലെ കാളിക മന്ദിറിൽ നിന്ന് പൂജയ്ക്ക് വന്ന ദമ്പതികളുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത 2 വയസ്സുകാരിയായിരുന്നു അഞ്ജലി. പിങ്കി എന്ന് പുനർനാമകരണം ചെയ്താണ് അവർ അവളെ മോഷണങ്ങൾക്ക് ഉപയോഗിച്ചത്. കുട്ടി നിർത്താതെ കരഞ്ഞപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അഞ്ജന അവളെ ഗോവണിയിൽ നിന്ന് ചവിട്ടി താഴെയിട്ടു. പരിക്കേറ്റ് പിങ്കി കൂടുതൽ ഉറക്കെ കരഞ്ഞപ്പോൾ അഞ്ജന ആ കുഞ്ഞിന്റെ വായുമൂക്കും അമർത്തി പിടിക്കുകയും രേണുക കുട്ടിയുടെ കൈകാലുകൾ അനങ്ങാതെ പിടിക്കുകയും ചെയ്തു. മിനിറ്റുകൾക്കുള്ളിൽ ആ കുഞ്ഞ് ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിച്ചു. അന്ന് രാത്രി സീമയും രേണുകയും ഭർത്താവ് കിരണും കൂടി സിനിമ കാണാനായി തിയേറ്ററിലേക്ക് പോകുമ്പോൾ സീറ്റിനടിയിൽ സ്യൂട്ട് കേസിലാക്കി കുഞ്ഞിന്റെ മരവിച്ച ശരീരവും ഉണ്ടായിരുന്നു. സിനിമ കണ്ടു മടങ്ങുന്ന വഴി ബോഡി ആളൊഴിഞ്ഞ ബാത്റൂമിൽ ഉപേക്ഷിച്ചു. ഇതുവരെയുള്ള കൊലപാതകങ്ങൾ മോഷണത്തിനായുള്ള പ്ലാനുകളായിരുന്നെങ്കിൽ അടുത്തത് അഞ്ജനയുടെ പകയായിരുന്നു. തന്നെ ഉപേക്ഷിച്ചു പോയ ഭർത്താവ് മോഹൻ ഗവത്തിനോടുള്ള പക തീർക്കാൻ അയാളുടെ 9 വയസ്സുള്ള മകൾ ക്രാന്തിയെ സീമയിലൂടെ തന്ത്രപൂർവ്വം തട്ടിയെടുത്തു. തൻ്റെ സഹോദരി അല്ലേ എന്ന് വിശ്വസിപ്പിച്ച് മോഹനെ വൈകാരികമായി ബ്ലാക്ക്മെയിൽ ചെയ്താണ് അവൾ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. അവളെ മാസങ്ങളോളം കൂടെ നിർത്തി. പിന്നീടൊരു കരിമ്പിൻ തോട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി രേണുകയും സീമയും കൂടി കൊല്ലുകയായിരുന്നു. മുംബൈയിലെ വിച്ചൽ മന്ദിറിൽ നിന്നാണ് പങ്കജിനെ ഇവർക്ക് കിട്ടുന്നത്. പക്ഷേ ക്രൂരതയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചാണ് പങ്കജ് എന്ന 3 വയസ്സുകാരനെ കൊലപ്പെടുത്തിയത്. മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി സ്വന്തം പേര് പറയാനൊക്കെ അവൻ അറിയാമായിരുന്നു. 1.5 മാസത്തിനുള്ളിൽ ഒരുപാട് മോഷണങ്ങൾ അവനെ ഉപയോഗിച്ച് അവർ നടത്തി. അയൽവാസികളോട് അവൻ കൂടുതൽ അടുത്തത് ഇവർക്ക് വിനയാകുമോ എന്ന ഭയത്താലാണ് പങ്കജിനെ കൊല്ലുന്നത്. കുഞ്ഞിനെ കാലുകളിൽ പിടിച്ച് തല കീഴായി തൂക്കിയിട്ടു. എന്നിട്ട് ഒരു ദയയുമില്ലാതെ ആ കുഞ്ഞു തല അടുത്തുള്ള ചുമരിൽ ആഞ്ഞിടിച്ചു. 25 തവണ തലയിടിച്ച് തലയോട്ട് തകർന്ന് ആ പിഞ്ചു കുഞ്ഞ് ഇല്ലാതാകുന്നത് വരെ ആ ക്രൂരത തുടർന്നു. പിന്നീട് ഒരു ചാക്കിൽ കെട്ടി കാർവിക്ക് പരിസരത്തുള്ള ഒരു ക്ഷേത്രത്തിൽ ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നീട് പോലീസ് റിപ്പോർട്ടുകളിൽ പറയുന്നത് 42 മുറിവുകളാണ് ആ കുഞ്ഞു ശരീരത്തിൽ ഉണ്ടായിരുന്നതെന്നാണ്. ക്രൈം സീനുകളിലേക്ക് തിരികെ പോകില്ല എന്നത് അവരുടെ റൂളായിരുന്നു. പക്ഷേ 40ഓളം കുട്ടികളെ തട്ടിക്കൊണ്ടുപോയതിൻ്റെ ആത്മവിശ്വാസത്തിലും പകയുടെ രുചി അറിഞ്ഞതിൻ്റെ ലഹരിയിലും അവർ തിരികെ നാസിക്കിലേക്ക് പോകുന്നു. മോഹൻ ഗവത്തിന്റെ മൂത്ത കുട്ടിയായിരുന്നു ലക്ഷ്യം. പക്ഷേ കാണാതായ ക്രാന്തിയെക്കുറിച്ച് അന്വേഷണങ്ങൾ നടക്കുകയായിരുന്നതിനാലും മോഹന്റെ ഭാര്യ പ്രതിഭയുടെ പരാതിയിലും രേണുകയും സീമയും അറസ്റ്റിലാകുന്നു. ഒരു സാധാരണ തട്ടിക്കൊണ്ടുപോകൽ ആയിരിക്കുമെന്ന് സംശയിച്ച പോലീസ് ഇവരുടെ വീടിനുള്ളിൽ നിന്ന് കണ്ടെടുത്ത വിവരങ്ങൾ ഇന്ത്യൻ മനസാക്ഷികളെ ആർത്തുലയ്ക്കുന്നതായിരുന്നു. ചോരയിൽ കുളിച്ച കുഞ്ഞുടുപ്പുകൾ, കരയുണങ്ങാത്ത ഭിത്തികൾ, അവിടെവിടെയായി ചിതറിക്കിടക്കുന്ന കുഞ്ഞു അവയവങ്ങൾ. അങ്ങനെ ഇവർ കൊന്നൊടുക്കിയ കുഞ്ഞു ശരീരങ്ങളുടെ ആവർത്തിച്ച പരമ്പരകൾ പോലീസ് കൂട്ടി വായിച്ചു. ചോദ്യം ചെയ്യലിന്റെ ആദ്യഘട്ടത്തിൽ ഇവർ മൗനം പാലിച്ചു. എന്നാൽ കിരൺഷിന്റെ മാപ്പുസാക്ഷിയായതോടെയാണ് ഇന്ത്യയെ നടുക്കിയ ആ 40ഓളം കുഞ്ഞുങ്ങളുടെ തിരോധാനത്തിന്റെ ചുരുളഴിയുന്നത്. 9 കുട്ടികളുടെ കൊലപാതകം കോടതിയിൽ തെളിയിക്കപ്പെട്ടു. 2001 സെഷൻസ് കോടതി ഇവർക്ക് വധശിക്ഷ വിധിച്ചു. പിൽക്കാലത്ത് ബോംബെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഈ ശിക്ഷ ശരിവെച്ചു. ഇവർ സമൂഹത്തിന് ഭീഷണിയാണെന്നും യാതൊരു ദയയും അർഹിക്കുന്നില്ലെന്നും കോടതി നിരീക്ഷിച്ചു.
ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആദ്യത്തെ വനിതകളായി രേണുക ഷിൻഡെയും സീമ ഗവത്തും മാറി. അഞ്ജനാഭായി വിധി വരുന്നതിന് മുൻപേ ജയിലിനുള്ളിൽ വെച്ച് രോഗബാധിതയായി മരിച്ചു. വർഷങ്ങൾ കടന്നുപോയി. ശിക്ഷ നടപ്പാക്കുന്നതിലെ കാലതാമസം ചൂണ്ടിക്കാട്ടി 2022 ബോംബെ ഹൈക്കോടതി ഇവരുടെ വധശിക്ഷ ജീവപര്യന്തമായി കുറച്ചു. ഇന്നും അവർ പൂനെയിലെ യർവാഡ ജയിലിന്റെ അഴികൾക്കുള്ളിലുണ്ട്. മനുഷ്യ മനസ്സിന്റെ ഇരുണ്ട വശങ്ങൾ എത്രത്തോളം ഭീകരമാകാമെന്നതിന്റെ ജീവിക്കുന്ന തെളിവായി.